നവംബർ 16, 17, 18 ഹഡിൽ ഗ്ലോബൽ നടക്കുന്നുണ്ട്. സോ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം ഞാൻ വീട്ടിൽ ഇന്നിപ്പം ഐ തിങ്ക് 14 നാളെ ഉച്ചയ്ക്കത്തെ ജനശതാബ്ദിയിൽ നിന്ന് ആണ് പോകുന്നത്. സോ ഇന്ന് പാക്ക് ചെയ്തിട്ട് നാളെ രാവിലെ നേരെ കോളേജിൽ പോയിട്ട് കോളേജിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷം ഡയറക്റ്റ് സ്റ്റേഷൻ ടു ട്രിവാൻഡ്രം അങ്ങനെയാണ് പോകുന്നത്. സോ അതൊരു വ്ളോഗാക്കിയിട്ട് വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങ് ഫിക്സ് ചെയ്തു. സോ ഓഡിയോ ക്വാളിറ്റി മൈക്കുണ്ടെങ്കിൽ മൈക്കിൽ നിന്ന് കിട്ടാവുന്നിടത്തോളം എടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യും വോയിസ് ഓവറായിട്ടൊക്കെ. വോയിസ് ക്വാളിറ്റി എന്തായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശരിയാവുകയാണ് ചെയ്യാം. സോ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് കാണിച്ചു തരാം. ലൈക്ക് ഇത് ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ബാഗ്, ഇത് നമ്മൾ ഗാഡ്ജറ്റ്സ് സാധനങ്ങൾ വെക്കാനുള്ള ബാഗ്സ്, ഇതൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. ലൈക്ക് ഈ ID കാർഡ്സ് ഞാൻ ചിലപ്പോൾ എടുക്കുള്ളൂ, ഈ ബുക്സ് എടുക്കില്ല. പിന്നെ മാക്ക് സാധനങ്ങൾ, വാച്ച്, ചാർജ്. ഗൈസ് ഇതാണ് പിന്നെ ഒരു അപ്ഡേറ്റ് ഉള്ളത്. ഇത്ര സാധനങ്ങൾ ടെക്ക് ബേസിക്കലി മാക്കും ചാർജറും പിന്നെ ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ, ഇപ്പോൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഫോണ്, പേഴ്സ്, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അത് ആ ബാഗിലോട്ടാക്കണം. ഡ്രസ്സ് കാര്യങ്ങൾ ബാഗിലോട്ടാക്കണം, അത്ര കാര്യങ്ങളുള്ളൂ. സോ ഇതെല്ലാം ഒന്ന് ഫിക്സ് ആക്കിയിട്ട് ലൈക്ക് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയതിന് ശേഷം അടുത്ത വീഡിയോ ക്ലിപ്പിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഹഡിൽ ഗ്ലോബൽ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഉള്ള വീഡിയോസ് എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ലൈക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോസ് കഴിഞ്ഞ് നേരെ പിന്നെ ഉള്ളത് ഹഡിലിൻ്റെ ഉള്ളിൽ അവിടെ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന ട്രെയിനിൻ്റെ ആ വീഡിയോസൊക്കെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് മൊത്തം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റ് ഡേ നേരെ കോളേജിൽ പോകുന്നു. കോളേജിലെ ലെറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ട് നേരെ പോവുകയാണ് എന്നുള്ള ലെറ്റേഴ്സ്, പെർമിഷൻ ലെറ്റേഴ്സൊക്കെ കൊടുത്തിട്ട് നേരെ സ്റ്റേഷനിലോട്ട് പോകും. സ്റ്റേഷനിൽ പോയിട്ട് ലൈക്ക് ബാക്കിയുള്ളതൊക്കെ വീഡിയോ എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ക്ലിപ്സ് മിക്സ് ആയതുകൊണ്ട് ഞാനിങ്ങനെ വന്നതാണ്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ വ്ളോഗിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഒരു ഇതായിട്ട് വരും. കാരണം എന്താ, അവിടെ ക്ലിപ്സ് ഒന്നെങ്കിൽ ക്ലിപ്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എടുത്ത ക്ലിപ്സ് കറപ്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഭയങ്കര റഷായിട്ട് എടുത്ത വീഡിയോസും റഷിൻ്റെ ഇടയിൽ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഒന്നെങ്കിൽ ഞാൻ വോയിസ് ഓവർ തരും, അല്ലെങ്കിൽ അവിടുത്തെ വോയിസ് തരും. എന്തായാലും നല്ല രീതിയിൽ കുറച്ച് വ്ളോഗ്സ് ചെയ്യും. പിന്നെ നിങ്ങൾ ബാക്കിയുള്ള ആ വ്ളോഗുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ എൻ്റേതായൊരു സ്റ്റൈലിൽ എൻ്റേതായൊരു രീതിക്ക് പോകുന്ന വ്ളോഗ്സാണ്. എഡിറ്റ് ചെയ്യുന്ന എല്ലാം ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം അത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ. കാരണം നമുക്ക് എഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവർ ഇപ്പോൾ ഇത് അവരുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ ഞാൻ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കലാണ് ഞാൻ വീഡിയോസ് ചെയ്യില്ല. അങ്ങനെ ചെയ്യാനുള്ളൊരു സമയം ഇല്ലാത്തതുകൊണ്ട്, പിന്നെ അതുമല്ലത് ഞാൻ എൻ്റേതായൊരു വഴിക്ക് പോകണം, ഈ വ്ളോഗ് പോകണം എന്ന് എൻ്റെ ഒരു ആഗ്രഹമുള്ളത് കൊണ്ടും അങ്ങനത്തെ കൈൻഡ് ഓഫ് വോയിസ് വീഡിയോസാണിത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ഗൈസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക് അങ്ങനെ ചെയ്യാം. അതർവൈസ് എല്ലാം പോലെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ. സോ നമുക്ക് അധികം വിത്തൗട്ട് ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗോ ഇൻ ടു ദ വ്ളോഗ്. ആകാശേ, നിന്റെ വീഡിയോ എങ്ങനെയാ? മൈക്ക് ഓഡിയോ ഫേസൊക്കെ ഡിറ്റക്ട് ചെയ്യണ്ട. ഗൈസ്, റാപ്പിഡ് പ്രൊഡക്ഷൻ ഒരു കോഫി ഓർഡർ ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് മാക്കിലോട്ട് എയർ ഡ്രോപ്പ് ചെയ്ത് സാധനം എഡിറ്റ് ചെയ്യാൻ നിൽക്കണം. അതൊക്കെ ഭയങ്കര സൂമിനായിട്ട് ഇങ്ങനെ ബാക്കോട്ട് വെക്കണം. തുറന്നു ലിയോ എഡിറ്റ് ചെയ്യാം. ഏതെങ്കിലും ആ ക്ലിപ്സ് ഇതിലേക്ക് ഇട്ടോ. ഭയങ്കരമായ എഡിറ്റിംഗ്. ഈ ഷേക്ക് ക്യാമറയുടെ ഷേക്കല്ല, എന്താണെന്നറിയില്ല, ഫ്രെയിം ഭയങ്കരമായിട്ട് കുടുങ്ങുന്നുണ്ട്. ഇതാരെ കുടുക്കുന്നതാണോ എന്നും അറിയില്ല. കോഫി ഇനി എന്താ എഡിറ്റ് ചെയ്യാം? സിനിമ ഒന്ന് എഡിറ്റ് ചെയ്യല്ലേ? സിനിമ എഡിറ്റ് ചെയ്ത് സോഫ്റ്റ്വെയർ ആയിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി എഡിറ്റഡ് സാധനമായിരുന്നു. ഇനി അതിൻ്റെ മുകളിൽ പിന്നെ എഡിറ്റ് ചെയ്യാം. കാപ്പി ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചാലോ? ഞാൻ എൻ്റെ മീഡിയയായിട്ട് എൻ്റെ മുഖം തീരെ കാണാൻ കണ്ടിട്ടുണ്ടോ? ഹലോ ഗൈസ്, ഇപ്പം ട്രെയിനിലാണ്. ഞങ്ങളിപ്പം സമയം എത്ര കാണുന്നില്ല, 7:30.
ചെയ്യാൻ പറ്റുന്ന സ്ഥലം ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നൈസ് ഗൈസ്. തിരുവനന്തപുരത്തേക്കുള്ള വഴിയിൽ ഒരാൾ സ്ഥലത്ത് നിർത്തിയപ്പോൾ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ? ഞാൻ ഇങ്ങനെ ബാക്കിൽ വരും. എടാ അവിടെ പ്രേതങ്ങളൊന്നും ഉണ്ടാവില്ല. എടാ ആദ്യം അങ്ങോട്ട് പോകണ്ട കേട്ടോ, വണ്ടി എപ്പോഴും എടുക്കുന്ന അറിയില്ല. നല്ല വിളിച്ചുണ്ട് ഗൈസ്. ഞാൻ വീണ്ടും വന്നു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റിങ്ങിലെ വീഡിയോ ക്ലിപ്പ് ട്രെയിൻ എന്നുള്ളൊരു ഫുട്ടേജ് ഉണ്ടാകാം. പിന്നെ ഒരുപാട് ഫുട്ടേജസ് എടുത്തിട്ടില്ല. കാര്യം പറഞ്ഞാൽ പിന്നെ ഒരു ഫുട്ടേജ് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അന്ന് രാത്രി നമ്മൾ ട്രെയിൻ ഇറങ്ങി നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ നമ്മൾ ഡോർമെട്രിയിലോട്ട് പോയി. ആ ഡോമിൽ നിന്ന് ഫ്രഷായി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അന്ന് പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യാനൊന്നുമില്ല. പിന്നെ അന്ന് അവിടെ കിടന്നുറങ്ങി. തൊട്ടടുത്ത് സംസം ഉണ്ട്. സംസമിൽ പോയി ഫുഡ് കഴിച്ച് നേരെ അന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് മോർണിംഗ് നേരെ ഹഡിലിന് പോയിരുന്നു. ഹഡിലിന് പോകുമ്പോൾ ഹഡിലിന് പോകുന്ന സ്പെഷ്യൽ KSRTC ബസ്സുണ്ട്. അത് തമ്പാനൂരിൽ നിന്നുള്ള. അപ്പോൾ നമ്മൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ സ്റ്റേഡിയത്തിൻ്റെ അടിയിലുള്ള ഡോമിലാണ് നമ്മൾ നിന്നത്. അപ്പം അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്ന കുറച്ച് ക്ലിപ്സ് ഉണ്ട്. അതും പിന്നെ ഹഡിലിൻ്റെ കുറച്ച് ക്ലിപ്സ് ഉണ്ട്. അതും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഫസ്റ്റ് ഇവിടെ എൻഡ് ചെയ്യും. ഭയങ്കരമായിട്ടുള്ള എഡിറ്റിംഗ് മഹാമഹമൊന്നുമില്ല. ജസ്റ്റ് ഫുട്ടേജ് എടുക്കുന്നു, കോപ്പി ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, ഇടയ്ക്ക് ഇങ്ങനെ വോയിസ് ഓവർ ഇടുന്നു, ഇത്രേ ഉള്ളൂ. സോ അത്രയ്ക്ക് എന്നെക്കൊണ്ട് മീൻസ് അത്രയ്ക്ക് എഡിറ്റ് ചെയ്യാനപ്പോൾ നമുക്ക് അറിയുള്ളൂ. സോ അതുകൊണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാവരും. നെക്സ്റ്റ് ഡേ 16, ഇന്ന് 16-ാം തീയതി അതിൽ പോവാണ്. ഞാനൊരു സ്ലീവ് മാത്രം എടുത്തിട്ടില്ല, ബാക്കിയെല്ലാം അവിടെ ലോങ് എടുക്കാം. സോ വി ആർ ഗോയിങ് ടു നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 100 ക്ലബിൽ വെഞ്ഞ് എത്തി. കൊള്ളാട്ടോ ബീച്ചിൽ. ഞാൻ പറഞ്ഞില്ല ബീച്ചിൽ ടെൻ്റ് അടിക്കുകയും പരിപാടിയാണ്. ഇതാണ് മോന് പോലീസുകാരൊക്കെ. രജിസ്ട്രേഷൻ തിരക്കാണല്ലോ. രജിസ്ട്രേഷൻ നല്ല മുടിഞ്ഞ് തിരക്കാണല്ലോ ഗൈസ്. ഇത്രയും സാധനമാണ് കിട്ടിയത്. ടാഗ്, ബുക്ക്, നോട്ട് പാഡ്, പെന്ന്, ടാഗ്. നൈസ്. ഫുഡ് കഴിച്ചിട്ട് വരാം. Stakeholders in the startup ecosystem, including the government, investors, the industry, academia, and mentors. Hadil has always been the place for startup aspirants as well as entrepreneurs to foster connections and share ideas. But this time, in this edition, it's got much bigger and better. Hadil Global is now India's largest beach startup festival, combining God's own country's natural treasures. ഹലോ ഗൈസ്. അപ്പം അത്ര തന്നെ ഉള്ളൂ. ഫസ്റ്റ് ഡേ ഹഡിൽ തുടങ്ങിയിട്ടില്ല. ഹഡിലിൻ്റെ ഒരു ഫസ്റ്റ് ഡേ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് ഹഡിലിൻ്റെ സ്റ്റാർട്ടിങ് ക്ലിപ്പ്, രജിസ്ട്രേഷൻ, ചെറിയ ക്ലിപ്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇനി ഫസ്റ്റ് ഡേയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ, ഫസ്റ്റ് ഡേ എത്രത്തോളം ക്ലിപ്സ് ഉണ്ട് എന്നുള്ളത് എനിക്ക് നോക്കണം. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഇത് മൂന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വരും. ഇപ്പോൾ ജസ്റ്റ് എങ്ങനെ അവിടെ എത്തി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ട്. സോ if you are interested to watch these videos, then stay tuned and subscribe. അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചാനലിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ അതൊക്കെ ചെയ്ത് വെക്കുക. മാക്സിമം ലൈക്സ്, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എന്ത് വീഡിയോ പറ്റി എന്ത് സജഷൻസോ എന്തുണ്ട്. ഇപ്പോൾ ഞാൻ ഓൺ ദ ഗോ എഡിറ്റിംഗ് ആണ്. അപ്പോൾ അതിന്ന് നൈറ്റോ ഇന്ന് രാത്രിയോട്ടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, നിങ്ങളുടെ എന്ത് ക്രിറ്റിസിസവും അറ്റ്സ് ഓക്കെ. അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യാം. എന്നാലും എനിക്ക് നമ്മളിപ്പോൾ എന്ത് ചെയ്യുമ്പോഴും യു ഷുഡ് ഹാവ് ടു എ മാർക്കറ്റ് സ്റ്റഡി എന്നൊക്കെ പറയില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വീഡിയോസ് ബിൽഡ് ചെയ്ത് യൂട്യൂബിലിടാന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. സോ മാർക്കറ്റ്, യു ആർ ദ ഓഡിയൻസ്, യു ആർ ദ കസ്റ്റമേഴ്സ്. സോ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. നെക്സ്റ്റ് വീഡിയോ ഇട്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. വൺ തിങ്, ഈ വീഡിയോ സീരീസ് മൊത്തം ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ എഡിറ്റിങ്ങിൽ കുറേ സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാധനം വേണ്ട, അത്രയും പ്രത്യേകിച്ചുള്ള ഔട്ടൊന്നും ഞാൻ ജസ്റ്റ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന സീരീസ്
മീൻസ് ക്ലിപ്സ് ഓർഗനൈസ് ചെയ്തിട്ട് ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ട്രാൻസിഷൻ ഇടുന്നു. അത്രേ ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നുള്ളൂ. സോ അപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ. സോ നെക്സ്റ്റ് ബ്ലോഗ് തൊട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.